ദാ അമ്മ അനിയന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറെ 2-3 ദിവസമായില്ലേ അമ്മേനെ ഞങ്ങൾ കണ്ടിട്ട്. ദാ അമ്മ വന്നിക്കണോ കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും എന്താണെന്നറിയോ ഒന്നിങ്ങനെ ഇരിക്കുന്നത്. ഇന്നൊരാഘോഷാണ്. അമ്മ വന്നത് മാത്രല്ല അല്ലാതെ നമുക്കൊരാഘോഷാണ് കേട്ടോ. നമ്മുടെ 11 അംഗത്തിന്ന് നമ്മള് എന്താ അമ്മ വരുമ്പോഴേക്കും ആഘോഷം കൊണ്ടാണ് അമ്മ 11 അംഗത്തിന്ന് നമ്മള് 4 ലക്ഷം കുടുംബാംഗങ്ങളായിട്ടോ. നമുക്ക് അത് ചെറിയൊരു സന്തോഷമൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഈ 11 അംഗത്തിന്ന് ഇത്രയും കുടുംബങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ആണ് കേട്ടോ. ഒരിക്കലും അത് മറക്കില്ല. അപ്പം മക്കൾ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഇന്നോർക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ തന്നെയാണ്. തുടക്കക്കാർക്ക് എല്ലാവർക്കും അറിയാം സപ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കളിയാക്കലും പരിഹാസവും ഒക്കെ പാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വല്ല തുണിക്കടയിലും പോയി നിന്നൂടെ, ഇത് ചെയ്യണത് വല്ല തുണിക്കടയിലും പോയി നിന്നൂടെ, എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യാൻ നിൽക്കണത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് വേറെ പണിയും തോരൊന്നുമില്ല, എന്നിട്ടാണ് ഇതിന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര്. എന്താണ് എന്താ കിച്ചു? അല്ല, ഏട്ടൻ തലതാട്ടിയിരിക്കുമ്പോൾ നോക്കമ്മ പറയണേ. കുറേ പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്, കുറേ പേര് നമ്മൾ പരിഹസിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അതും കൊണ്ടാണ് ഒരു ഫോണും തൂക്കി പിടിച്ച് നടക്കണ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എത്രയോ പ്രാവശ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നാണല്ലേ വാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെന്നെ ഒന്ന് വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി തിരക്കോട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യാണ് സത്യം. എന്നെ നമ്മള് വെറുതെ ഇല്ല. നമ്മള് അതൊന്നും വലിയ കാര്യങ്ങളല്ല, പക്ഷെ നമുക്കത് ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം നമ്മൾ അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ, കാരണം ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല, പക്ഷെ പിന്തിരിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റും. അതൊരു വാക്കുകൊണ്ട് പറ്റും. ശരിക്കും ഞാൻ പറയല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചല്ലേ നമ്മൾ എവിടേക്ക് എത്തും. എത്രയോ ആൾക്കാർക്ക് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എവിടെ എത്താത്തത്. ഇപ്പൊ നമ്മളൊരു പഠിക്കുന്ന കുട്ടിയാണ് വിചാരിച്ചോ, ഒരു ഉദാഹരണം പറയാം. പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയായിരിക്കില്ല. പക്ഷെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഉയർന്ന നിലയിൽ വരും. കാരണം അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു നല്ല വാക്ക് പറയണമെന്ന് അവരുടെ ജീവിതത്തിൽ അത് വലിയ വലിയ മാറ്റങ്ങൾ. പിന്നെന്താ സത്യം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. ക്യാൻസർ രോഗിയായ ഒരമ്മ നമ്മുടെ വീഡിയോസ് അത്ര തുടർച്ചയായി കണ്ടിരുന്നു. അത്രേ ആ അസുഖമായി അവർക്ക് ഇങ്ങനെ കീമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മകള് വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതിൽ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അവരുടെ അമ്മ മരണപ്പെട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് കുറേ നേരം കരഞ്ഞു. കാരണം എൻ്റെ അമ്മയ്ക്ക് പ്രസ്റ്റീജിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രസ്റ്റീജിൻ്റെ സംസാര രീതി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മളാരും അല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ആ അമ്മയ്ക്ക് ആ ഒരു അവസാന ഘട്ടത്ത് നമ്മുടെ ഒരു വീഡിയോ ഒരു ആശ്വാസമായി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലേ മാ. നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സങ്കടവും തോന്നി. കാരണം ഞാനപ്പോൾ പറഞ്ഞു അവരുടെ മകളോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്ക് ആ സമയത്ത് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അത്രയും ആഗ്രഹിച്ചിരുന്നു അത്ര അവരെന്നെ കാണണം എന്നുള്ളത്. ഒരു നേരെങ്കിലും അവളെ ഒന്ന് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ പോയിട്ടും കൂടി ഞാൻ എന്താ ചേച്ചീനെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ചേച്ചീനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ചേച്ചിയുടെ രീതികൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയൊരു വിളിയായിരുന്നു അല്ലേട്ടാ. പിന്നെന്താ, കാരണം ഒരുപാട് അതുപോലെ കുറെ പേര് നമുക്ക് ഈ ഹൗസ് വാങ്ങിന്റെ സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വോയിസ് ഇട്ടായിരുന്ന ഓർമ്മ ഉണ്ടോ? കരഞ്ഞിട്ട് അവര് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് അവരുടെ ഹസ്ബൻഡും പിന്നെ ഒരാൾ പണി റിലേഷൻ ആക്കിയത് ഒരാള് 3 പേര് വെച്ചിട്ടാണ് അവര് കുടുംബത്തില് പാലുകാച്ചൽ നടത്തിയത്. നമ്മളെ കുടുംബം നിറയെ എല്ലാവരും വീട് നിറയെ ആളുകളായിട്ട് അത് ചെയ്ത് കണ്ടപ്പോൾ അവര് ശബ്ദം ഇടറി സങ്കടം വന്ന് ഇമോഷനായി
അങ്ങനെ നമ്മളെ വിളിച്ചൊരു വോയിസ് 2-3 വോയിസ് ഇട്ടായിരുന്നു ആ സമയത്ത്. പിന്നെന്താ, അല്ല നമുക്ക് അത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്, നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീടിന്റെ പണി ഏറ്റവും വലിയ മുൻഗണനയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ വീടിന്റെ പണി 6 വർഷങ്ങൾ ആയത്. പക്ഷെ ഇതൊന്ന് പൂർത്തീകരിക്കാനും കൂടി നമുക്ക് ഈ ഒരു ചാനലിൽ വന്നതും കൊണ്ട് നല്ലൊരു കൈത്താങ്ങായിട്ടോ. അത് നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കാര്യങ്ങളാണ് ലേട്ടാ. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നതില്ലേ, എല്ലാവരും ഇന്നലെ വന്ന് കണ്ട ആൾക്കാരും കൂടി പറയുന്നു, വലിയ വീടിന്റെ ഒരു പണി ചെയ്യണത് ചെറിയൊരു വീടിൽ നിങ്ങൾ ഒതുക്കി എന്നുള്ളത്. ഇത് കാണുമ്പോൾ അവർക്ക് ഇത്ര മതി, 850 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു എങ്ങനെ പറയാ, നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ടും അതേപോലെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടും മാത്രമാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാം നല്ല പൊട്ടത്തരവും ഒരുപാട് വിവരമൊന്നും ഇല്ലാത്ത സാധാ ഒരു സ്ത്രീയാണ് കേട്ടോ ഞാൻ. അത്രമാത്രം എനിക്ക് വലിയ പക്വതയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ടു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓരോരുത്തരെയും ഇഷ്ടപ്പെട്ടു, സ്നേഹത്തോടെ പിന്നെന്താ, ഇപ്പോഴും പുറത്തിറങ്ങി പോകുമ്പോൾ ഓരോരുത്തർ കൈ പിടിച്ചിട്ടും അല്ലെങ്കിൽ ഓരോരുത്തർ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ മിഞ്ഞാന്ന് സിനിമയ്ക്ക് പോയപ്പോൾ മുണ്ടൂരിന്നൊരു പെൺകുട്ടി ഓടി വന്നിട്ടില്ലേ, ഞങ്ങളൊരു സൈഡിൽ ആരും കാണരുത് പറഞ്ഞ സൈഡിൽ മാറി നിൽക്കുക. അപ്പോൾ ആ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ചേച്ചീനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലേ. സത്യം, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഞാനെന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അമ്മ ഇത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ പറയും, നീ എന്തിനീ പൊട്ടത്തരം പറയുകയാണ്. അങ്ങനെയല്ല, നമുക്കങ്ങനെ മനസ്സിൽ വന്ന് തോന്നിപ്പോയി. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മളുണ്ടല്ലോ അല്ലേട്ടാ, ഓരോരുത്തരുണ്ടല്ലോ. അപ്പോൾ ദൈവം നമ്മളെ വെറുതെ ഇല്ല. നമ്മളെ ഒരു സമയത്ത് ആ വാക്കുകളൊക്കെ കേട്ട് തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ അതുപോലെ തന്നെ നമ്മളെ എവിടെ നിന്നായിരുന്നു അവിടെ തന്നെ നിന്നേനെ. സത്യം. ഇന്നിപ്പോ 4 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല, ഒരുപാട്. നമ്മളെ സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു കൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയണു. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു കാര്യം പറയല്ലോ, ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മാസം ചിലപ്പോൾ റീചാർജ് ചെയ്യാണ്ടാവില്ല നമ്മുടെ കയ്യിൽ. 2 മാസം കൂടുമ്പോൾ ആരുടെങ്കിലും നെറ്റ് വലിച്ചിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇതായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക. അതിന് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പ്രത്യേകം നന്ദി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിനും ചേർത്ത് നിർത്തണതിനും എന്താണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് കേട്ടാ. അതിനാണ് ഞാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, നിങ്ങളെല്ലാവരും എനിക്ക് കാണണം. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണോ വെച്ചാൽ നിങ്ങളെല്ലാവരോടും കുറച്ച് നേരം നമുക്ക് ഒരാളും ചിന്തിക്കാത്തതും ചെയ്യാത്ത രീതിക്ക് സമയം കളയണം എന്നുള്ളത് ആ രീതിക്ക് നടത്തിയതും നിങ്ങളെയൊക്കെ പലവട്ടം പല പ്രാവശ്യം നമ്മൾ വിളിച്ചതും അതിന് ഭാഗമായിട്ട് കുറച്ച് പേർക്ക് വരാനും അവരെ കാണാനും ഒക്കെ വലിയ ഭാഗ്യം ഉണ്ടായി. അതൊക്കെ വലിയ കാര്യം തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് അതൊക്കെ. കാരണം നമുക്ക് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് പോലെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ കണ്ട് നമ്മളെ സ്നേഹത്തോടെ നമ്മളെത്തേക്ക് വന്ന് നമ്മുടെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മ എന്തൊന്നും പറയാത്തത്? സുകന്യ എന്താ ഒന്നും പറയാത്ത? എല്ലാവർക്കും നന്ദി പറയേ. എന്താ ഒളിഞ്ഞു നിക്കണ് സുകന്യ? പറയാങ്ങട് സപ്പോർട്ട് ചെയ്യണവർക്ക് നന്ദി പറയേ. അതാ പറയേ. കരച്ചിലൊന്നും വരണ്ട, എനിക്ക് സന്തോഷിക്കണ്ട, അത് കണ്ണീരൊന്നും കാണണ്ട. കരയണ്ട. ലേട്ടാ കാര്യം പറഞ്ഞാ മതി. അമ്മ ഒന്നും പറയുന്നില്ല നിങ്ങളൊന്നും. ഇതാണ് ഞാൻ വർത്താനം പറയുന്നത് കേട്ടോ. ഇവര് 2 പേരും ഇല്ല, ഇതെങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഇപ്പോഴാണ് പറഞ്ഞാലും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, അമ്മ പുറത്തിറങ്ങുമ്പോ കുഞ്ചൂസ് ഫാമിലിത്തെ അമ്മയല്ലേ എന്ന് ചോദിക്കും. അമ്മ വന്നിട്ട് പറയും, ആരും അറിയാതെ ഇരുന്നിരുന്നാണ് നമ്മള്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ചോദിക്കാൻ തുടങ്ങി. സന്തോഷല്ലേ അമ്മ അത്? അപ്പൊ എല്ലാവരും ഇപ്പൊ സുകന്യ ഒറ്റയ്ക്ക് പോവാച്ച ചോദിക്കത്രേ,
സുകന്യ എവിടെ പ്രസി ചേച്ചി എവിടെ ചോദിക്കത്രേ, അല്ലെങ്കിൽ അവളോട് വന്നിട്ട് സെൽഫി എടുക്കാൻ അവളെ വിളിക്കത്രേ. അപ്പോൾ അവളും വന്നിട്ട് അറിയാം പുറത്തിറങ്ങുമ്പോൾ നമ്മളെയൊക്കെ എല്ലാവരും അറിയപ്പെടുക എന്ന് പറയുന്നത്, നല്ല രീതിയിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എന്താ സുകന്യ ഭാഗ്യല്ലേ? പിന്നെ എന്താ നിനക്ക് സന്തോഷമില്ലാത്തത്? സന്തോഷം കൊണ്ട് കരയൊന്നും ചെയ്തിട്ടോ, കേക്ക് മുറിക്കുക, അപ്പൊ ആ സങ്കടം മാറും. അപ്പൊ മക്കള് പറഞ്ഞോട്ടോ കേക്ക് വാങ്ങണം, കേക്ക് മുറിക്കണം എന്നുള്ളത് മക്കൾ ആദ്യേ പറഞ്ഞതാണ്. അപ്പൊ ഓടിപ്പോയിട്ട് സമയം നോക്കി നോക്ക്, 9:30 രാത്രി 9:30 ആയിട്ടോ. ഓടിപ്പോയി വാങ്ങിയിട്ട് വന്ന സംഭവമാണത്. ഇനിയും വൈകി കഴിഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ, കേക്കിന്റെ ഷേപ്പ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കല്ലേ? കേക്ക് മുറിക്കുക. അപ്പോൾ വേഗം വായോ, വേഗം മക്കൾ മുറിച്ചോട്ടെ, എല്ലാവരും പാടെ കൂടിയിട്ട് 6 പേര് കൂടിയിട്ട്. 6 പേര് കൂടിയിട്ട്. അപ്പൊ നമ്മൾ കേക്ക് വാങ്ങിയത് കണ്ടേ, ഇതാ കണ്ടോ, മധുരമുള്ളത് എന്നൊക്കെ പറയുമ്പോഴേക്കില്ലേ നമ്മുടെ മക്കൾക്ക് എന്തൊരു ആവേശം വെച്ചിട്ടാ. അപ്പൊ പൊന്നൂസ് ഈ കത്തി അവന് കൊടുക്കാത്ത കൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ അവൻ ശരിയാക്കിയിട്ടുണ്ടാവും. എന്റെ പൊന്നുന്നെ കേക്ക് മുറിച്ചാൽ മതി കേട്ടോ, നമ്മുടെ കുട്ടി കേക്ക് മുറിച്ചാൽ മതി കേട്ടോ. എന്താ സന്തോഷം എന്റെ കുട്ടി മുറിച്ചാൽ മതി, കുട്ടി അച്ചമ്മയും പാടെ മുറിച്ചോട്ടോ. ഇത് എങ്ങനെയും തൊടാൻ പറ്റില്ല ചേട്ടാ. ബാബാ എന്നാ മുറുക്കി. ഇത് നന്നായിട്ടുണ്ട് അല്ലേ, ഡെക്കറേഷൻ സോക്ക്. അപ്പൊ മുറിക്കല്ലേ? അപ്പൊ എന്താ പൊന്നും അച്ചമ്മയും പാടെ മുറിക്കട്ടെ കേട്ടാ, അല്ലെങ്കിൽ എന്താന്നറിയോ ബാക്കിയുള്ളവർക്ക് എന്താ മുറിക്കുള്ള അച്ചമ്മേനെ പിടിക്കാം. തലകിടായി ഞാൻ തന്നെ തലകിടായി കൊടുത്തത്. കുറച്ചുകൂടി കുറച്ച് കയറ്റി മുറിച്ച് ചേർച്ച് മുറിക്കണം, നൂർത്തി പിടിക്കാൻ അങ്ങനെ. എന്താ സൂക്ഷിച്ച് മുറിക്കണത്? എവിടേക്കാ നോക്കണു? അത് തിന്നാതെ എന്നിട്ടല്ലേ ക്രീമിന് നോക്കിയൊക്കെ ക്രീം പോയ തിന്ന. ക്രീം തിന്നരുത്. പിന്നെ എന്താ കേക്കിലുള്ളത് തിന്നാൻ? അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതില്. മുറിക്കട്ടെ? എല്ലാവർക്കും മുറിച്ചോ. നിക്ക് എന്താ എന്റെ അമ്മേ, എന്റെ കുഞ്ഞു തന്നത് കണ്ട മിടുക്കൻ. ചെറിയൊരു കഷ്ണമായിട്ടാ എന്നാ ഏട്ടാ സമാധാനം. അമ്മൂനോ? എല്ലാവരും ഒക്കെ തരുന്ന അച്ഛനും കൊടുക്ക്. അച്ഛമ്മയ്ക്ക് കൊടുത്തോ? മേമയ്ക്ക് കൊടുത്തോ? മേമയ്ക്ക് കൊടുക്ക്. മേമയ്ക്ക് കൊടുക്ക്. അമ്മൂട്ടിക്കില്ലേ ഒരാളെ കടിച്ചത്, അവള് മാത്രമേ ഉള്ളൂ അങ്ങനെ. അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം. ഒന്നാമത് അമ്മൂന് ഈ ക്രീമുകളില്ലേ അത്ര വലിയ പിടുത്തല്ല. മേമയ്ക്ക് കൊടുത്തോ? തേക്കട്ടെ? ആ പരിപാടി വേണ്ട കേട്ടോ. ഇനി പീസാക്കിക്കോൾ, ഇനി പീസാക്കി. കുഞ്ഞച്ചനൊന്നും എടുത്തേക്ക് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഏട്ടാ, എടുത്തോളൂ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെയും ചെറിയൊരു ആഘോഷം കൂടി ഉണ്ട്. ഈ കേക്ക് നിങ്ങൾക്കാണ് കേട്ടോ, എല്ലാവരും കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തരികയെന്ന് വിചാരിക്കരുത്. അപ്പോൾ കുട്ടികളാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ചില സമയത്ത്. ഇതേട്ടാ കഴിച്ചോളി, സതിയേട്ടനൊരു പീസ്. അവനൊക്കെ ഉള്ള എടുത്തേക്ക് ചെറിയൊരു കഷ്ണം തിന്ന് ചിലപ്പോൾ വായം കെടും. കാണുന്നില്ല, ചെറിയൊരു അല്ലി മതി. സതിയേട്ടൻ അതിനെക്കാട്ടിലാണ്.
ക്രീമേ പറ്റില്ല. ഇവിടെ പപ്പൂനൊരു കഷ്ണം കൊണ്ടേ കൊടുക്കട്ടെ. കുട്ടിക്ക് ഇഷ്ടായോ? അതാ വേണ്ടു. എനിക്ക് മതി. എനിക്ക് ക്രീം വേണ്ട. ബാവേ പൊന്നു ഇഷ്ടായോ? അത് മതി. കുട്ടിക്ക് ഇഷ്ടായ മതി. ആ ശരി 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 ഇഷ്ടായ മതി. ഏട്ടനാണ് ചെറിയൊരു ഒരു ക്രീമും ഇല്ലാത്തത്. കാരണം എന്താണെന്നറിയോ, ഒരു കഷ്ണം എഡിറ്റിങ് വീഡിയോ എടുക്കലും ഒക്കെ ഏട്ടന്റെ പണിയല്ലേ. അപ്പൊ ഏട്ടന് കഴിക്കണ്ടേ? ഞാൻ എന്ത് പണിയാലും ഞാൻ എടുത്തോണ്ട് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നാലേ കുറയ്ക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നിങ്ങൾ മുന്നാണ്ട് കടന്നുറങ്ങും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറയ്ക്കേണ്ടത് നേരം വിളിച്ചവള്. ആ നിങ്ങളറിയില്ല, പക്ഷേ ഞാൻ ഇരുന്ന് കുറയ്ക്കേണ്ടി വരും. വയ്യ. അത് മാറില്ല. അത് പറയാൻ മാത്രമേ പറ്റുള്ളൂ, മാറില്ല. മതി. എതിർക്കും എടുത്തോളൂ. തികഞ്ഞില്ലേ? പപ്പുവിന് തികഞ്ഞോ? പപ്പുവിന് മാറ്റി കിട്ടാ. അത് സതിയേട്ടന് കൊടുക്കട്ടെ. പപ്പുവിന് മാറ്റി വെച്ചു. കൂടെ എന്താ പൊന്നും അത് തിരിച്ചിടേ. അവരെല്ലാം തിരിച്ചിട്. ഇവരെല്ലാം തിരിച്ചിട്. ആദ്യം പൊടികൾക്കൊക്കെ കൊടുക്ക്, എന്നിട്ട് നമ്മള് കഴിക്കണ്ടേ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കളിക്കുക. ചിക്കൻ എടുത്തിട്ട് പാടി. ഞാനേ പ്ലേറ്റ് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഇല മലയ്ക്ക് പോണ സമയത്ത് വാങ്ങിയതാട്ടോ. സമയം 10 മണിയായിട്ടോ. ഏട്ടനെ ഇല്ലെങ്കിൽ ഇവിടെ അടിപൊളി. എല്ലില്ലാത്ത കുട്ടികൾക്ക് എല്ലില്ലാത്ത നമുക്ക് ഇതാ ഇറച്ചിയായിട്ട് തരിക. പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ മക്കള് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. കഞ്ഞൂടി എന്താ അമ്മയ്ക്കൊരു പാത്രത്തിൽ തരട്ടെ. മറ്റേ സോസ അതാ കുഞ്ഞിൻ്റെ അടുത്തുള്ള സാധനമാണ്. അമ്മയിരുന്നോളൂ. അമ്മയിരുന്ന് പറയുമ്പോ ഇതേ ചിക്കല്ലേ. കഴിച്ചോളൂ. എത്രയുണ്ട്? എന്താ പൊന്നൂസിന്റെ വേണ്ടേ? എന്തായാലും നമുക്ക് പുറമേ ഒന്നും ആരെയും വിളിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. നമ്മള് ഉള്ളത് എല്ലാവരും കൂടി ആഘോഷിച്ചു. അപ്പോൾ അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചതുപോലെ എല്ലാവരും കരുതണം, അനുഗ്രഹിക്കണം പറയില്ലേ അല്ലേ? അമ്മയ്ക്ക് വേണോ? ഉള്ളി വേണോ? കഴിക്കല്ലേ? നിർത്തുക. അപ്പൊ ഞങ്ങളും കഴിക്കട്ടെ. എന്താ അപ്പോൾ നാളെ നല്ല വിശേഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ കഴിക്കട്ടെ. സമയം നോക്കി നോക്കൂ, 10 മണിയാവണം കേട്ടോ. ഇനി കഴിച്ച് കുറച്ച് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഉള്ളി. ഇപ്പോൾ നാളെ കാണാം. നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഇതേപോലെ തുടർന്ന് എല്ലാവരും നാളെ കാണാൻ പറയൂ.